ആവർത്തിക്കുന്ന പരാജയങ്ങൾ കോൺഗ്രസിന് പാഠമാവാത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബഹുജന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പിന്നാക്കം പോകുന്നത് എന്തുകൊണ്ടാണ്? സമീപകാലത്തായി നടന്ന നിരവധി ചെറുതും വലുതുമായ തെരഞ്ഞെടുപ്പുകളിൽ സഹതാപപരമായ പ്രകടനത്തിലേക്ക് ഒതുങ്ങാൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം പേർന്ന പാർട്ടി വിധിക്കപ്പെടുന്നു. മോദി ഭരണത്തിന്റെയും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP സർക്കാരുകളുടെയും ന്യൂനത ഏറ്റെടുത്ത് സമര പ്രതിപക്ഷമായി ജനത്തോടൊപ്പം നിൽക്കാനുള്ള രാഷ്ട്രീയ ശേഷി കഴിഞ്ഞ കുറെ നാളുകളായി കുറഞ്ഞു വരികയാണ്. ഈ രാഷ്ട്രീയ പിൻവാങ്ങലുകളെ കൃത്യമായി നിരീക്ഷിച്ച് സമർത്ഥിക്കുന്നത് ഏതെങ്കിലും കോൺഗ്രസ് വിരുദ്ധരോ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളോ അല്ല, മറിച്ച് കോൺഗ്രസിലെ തന്നെ വൻ മേൽവിലാസമുള്ളവരാണ്. മുൻ മന്ത്രിമാരായ P. ചിദംബരം, ശശി തരൂർ, മുതിർന്ന നേതാവ് അഹമ്മദ് പട്ടേലിന്റെ മകൾ മുംതാസ് പട്ടേലുമാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പരാധീനതകളെ കൃത്യമായി വിശകലനം ചെയ്യുന്നത്. P. ചിദംബരം മോദിക്ക് ലഭിക്കുന്ന ഇൻസ്റ്റന്റ് കണക്ഷൻ, തൽക്ഷണ ജനകീയ ബന്ധങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നില്ല എന്ന ആവലാതിയാണ് ആദ്യം ഓർപ്പിക്കുന്നത്. തരൂർ കോൺഗ്രസിൽ നിന്ന് തന്നെ നിരവധി വിമർശന ശരങ്ങൾ ഏറ്റുവാങ്ങിയ വീക്ഷണമാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് അനിവാര്യമാണ് താനും. പഴക്കം വെക്കുന്ന രാഷ്ട്രീയ ബിംബങ്ങളായി നെഹ്റു കുടുംബം മാറുന്നുവെന്ന കാര്യമാണ് തരൂർ മുന്നോട്ട് വെക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ തന്ത്രങ്ങളെയാണ് മുതിർന്ന നേതാവ് P. ചിദംബരം ചോദ്യം ചെയ്യുന്നത്. വോട്ടർമാരുമായി നരേന്ദ്രമോദി നിർമ്മിച്ച തൽക്ഷണ ബന്ധങ്ങളുടെ ഒരറ്റം പോലും നിർമ്മിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. വോട്ട് ചോരി എന്ന ദേശീയ പ്രശ്നത്തിന്റെ ഉള്ളിൽ രാഹുൽ നിതാന്തം തളച്ചിടപ്പെട്ടു. ബീഹാറിന്റെ ഉള്ളടക്കങ്ങളിലേക്ക് ഒരിക്കൽ പോലും എത്തി നോക്കാൻ രാഹുലിന് സാധിച്ചില്ല. അത് ബീഹാറിന്റെ മാത്രമല്ല, ഇന്ത്യയിൽ ആകമാനം ജനരാഷ്ട്രീയങ്ങളിൽ നിന്നുള്ള അകൽച്ചയാണ് ദൃശ്യമാകുന്നത്. ഒരു കാലത്ത് കേരളത്തിലടക്കം കോൺഗ്രസിന്റെ പടലപ്പിണക്കങ്ങളെ രാഷ്ട്രീയ തന്ത്രം കൊണ്ട് നേരിട്ട തന്ത്രജ്ഞൻ അഹമ്മദ് പട്ടേലിന്റെ മകൾ മുംതാസ് പട്ടേൽ കോൺഗ്രസിനെ വിമർശിക്കുന്നത് സംഘടനാ ദൗർബല്യങ്ങളുടെ പുറത്താണ്. ഒരു പാർട്ടി എന്ന നിലയിൽ ഉണ്ടാവേണ്ട കൂട്ടുത്തരവാദിത്തമോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ പരിപാടികളോ ഒന്നും കോൺഗ്രസിനില്ല. ഏതാനും ചില ആളുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ. രാഹുൽ ഗാന്ധി അതിന് അനുപാതികമായി വേഷം കെട്ടിയാടുന്നു. ഉദ്ദേശിച്ചത് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ തന്നെയാണ്. അടുപ്പക്കാർ മാത്രം ഒത്തുകൂടി നിർമ്മിക്കുന്ന തീരുമാനങ്ങളാൽ KC വേണുഗോപാൽ കൊല്ലുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ചരിത്രം പേർന്ന പ്രസ്ഥാനത്തെയാണ്. ഒപ്പം അതിൽ പ്രതീക്ഷയർപ്പിച്ച് നിന്ന അനേകരെ നിർദാക്ഷിണ്യം വിഡ്ഢികളാക്കുന്നു. കേരളത്തിൽ കണ്ണു നട്ടിരുന്ന് പാതി മനസ്സിൽ KC ചെയ്തു തീർത്ത ബീഹാർ പണികളെ ബാക്കി പത്രമാണ് ഈ തോൽവി. ദേശീയ തലത്തിൽ കോൺഗ്രസ് അനുഭവിക്കുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയുടെ മൂല കാരണവും വർക്കാവാത്ത ഈ വർക്കിംഗ് സെക്രട്ടറിയുടെ ആശയങ്ങളാണ്. ശശി തരൂരിന്റെ കുടുംബവാഴ്ചവാദവും കോൺഗ്രസിലെ ജീർണതകളുടെ ഉത്തമ തെളിവുകളാണ്. രാഷ്ട്രീയ നേതൃത്വം ഒരു കുടുംബവാഴ്ചയെ കാണുന്നതിനെ തരൂർ നെഹ്റു കുടുംബത്തെ വെച്ച് തന്നെ ഉദാഹരിക്കുന്നു. അത് പുതിയ കാലത്ത് കൂടുതൽ തെളിമയുള്ള ഒന്നാണ്. സമീപകാലത്ത് എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ചെയ്യുന്ന പണി രാഹുൽ പ്രിയങ്കയെ അണിനിരത്തി റാലി സംഘടിപ്പിക്കുക എന്നതാണ്. BJP കുടുംബവാഴ്ചയെ ആയുധമാക്കി കോൺഗ്രസിനെതിരെ പറയുമ്പോൾ അതേ കുടുംബത്തെ മാലയിട്ട് റോട്ടിലൂടെ നടത്തുന്നത് അടിക്കാൻ വരുന്നവന്റെ കയ്യിൽ വടി കൊടുക്കലാണ്. കുടുംബ പാരമ്പര്യം മാത്രമല്ല, ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടലും പ്രധാനമാണെന്ന് അത് കൈകാര്യം ചെയ്യാനുള്ള മെറിറ്റാണ് രാഷ്ട്രീയത്തിൽ വേണ്ടതെന്നും തരൂർ തുറന്നു പറയുന്നു. ഈ 3 കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഒരു പുനഃപരിശോധനയ്ക്ക് കോൺഗ്രസ് തയ്യാറാവേണ്ടി വരും. അത് ഈ സാഹചര്യത്തിൽ ആ പാർട്ടിക്കുള്ളിൽ തന്നെ എത്രമാത്രം പ്രായോഗികമാണെന്ന ചോദ്യവും പ്രസക്തമാണ്. ആശയങ്ങൾ മുതൽ ആണിവലിപ്പമുള്ള കാര്യങ്ങൾ വരെ രാഹുൽ ഗാന്ധിയുടെ പെട്ടിപ്പിടുത്തക്കാരായ KC വേണുഗോപാലും അയാളുടെ അടുക്കള ക്യാബിനറ്റും തീരുമാനിക്കുമ്പോൾ പഴയ ജനകീയ ലൈനിൽ നിന്നും കോൺഗ്രസ് കുറേയേറെ പിറകോട്ട് നടക്കുന്നതിന്റെ പാടുകൾ കാണാം.